മക്കളെ, നിങ്ങളോട് എന്നും പറയുന്നത് പോലെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങൾ ബയോളജിക്ക് പഠിക്കുമ്പോഴില്ലേ, ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിൽ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോവും. സ്വാഭാവിക മനുഷ്യന്മാർക്ക് പഠിച്ചം കൊടുത്തൊരു കഴിവുണ്ട്, മറക്കാനുള്ള കഴിവ്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മറക്കേണ്ട സമയത്ത് നമ്മൾ മറന്നു പോകും. ഇല്ലായിരുന്നെങ്കിലേ നമ്മുടെ സ്വന്തക്കാരുടെ ഇടയിലൊക്കെ ചിലപ്പോൾ മരണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ അത് ഇന്നും ഓർത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മനുഷ്യന്മാരല്ലാതായി പോകും. അതുപോലെ തന്നെ ചില നല്ല കാര്യങ്ങളാണെങ്കിലും ചീത്ത കാര്യങ്ങളാണെങ്കിലും എല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് മറന്നു പോകും. അതിനു വേണ്ടിയിട്ട് ഒരു വലിയൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. നിങ്ങൾ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ചുമ്മാ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചു. ആ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളുള്ള നിങ്ങൾക്ക് അറിയാം. ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് മൊത്തം ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ഒരു NCERT മുന്നിൽ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്വയം ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിന് വേണ്ടി വരുന്നത് ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് ആയിരിക്കും. ആ ചാപ്റ്റർ മൊത്തത്തിൽ നമ്മൾ പഠിക്കാൻ ചിലപ്പോൾ 10 മണിക്കൂർ എടുത്ത് കാണും. നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും അത്രത്തോളം സമയത്തോളം നമുക്കത് പിന്നീട് നോക്കേണ്ടി വരും. പക്ഷേ ഈ 40 മിനിറ്റിൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ 5 ദിവസങ്ങളിൽ നമ്മൾ ടെൻഷൻ ആവുമെന്ന് വിചാരിക്കുന്ന 5 ദിവസങ്ങളിൽ ടെൻഷൻ ഇല്ലാതെ പോവാൻ ഈ പഠിച്ചേക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങൾ ഇന്നു മുതൽ പഠിച്ചോളൂ. ഇതേപോലെ ഈ വരുന്ന ദിവസങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. ചുമ്മാ പിന്നെ നിങ്ങളുടെ വോയിസ് തന്നെ കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എളുപ്പമായി. നമ്മളൊരു സിനിമ കണ്ടാൽ അത് എപ്പോഴും ഓർത്തിരിക്കുന്നില്ലേ, ചില പാട്ട് കേട്ടാൽ നമ്മൾ ഓർത്തിരിക്കുന്നില്ലേ, ഇതുപോലെ തന്നെ നിങ്ങളുടെ വോയിസിൽ നിങ്ങളുടെ ആ ഒരു സൗണ്ട് മോഡുലേഷനൊക്കെ മാറ്റിക്കൊണ്ട് നിങ്ങൾ ആ ചാപ്റ്ററിനെ പ്രസന്റ് ചെയ്യുമ്പോഴല്ലേ അത് നമുക്ക് ഓർത്തെടുക്കാൻ ഏറ്റവും എളുപ്പമായിട്ട്. അപ്പൊ കാണാം സെപ്റ്റംബർ 12 നിങ്ങളുടെ ദിവസം ആവുന്നതിലേക്ക്. ഓക്കെ.